ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ UDF-ന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകുമെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ 2019-ൽ എന്തെല്ലാം ഘടകങ്ങളാണോ LDF-ന് പ്രതികൂലമായി നിന്നിരുന്നത്, ആ ഘടകങ്ങളെല്ലാം തന്നെ ഇപ്പോൾ LDF-ന് അനുകൂലമായി വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം സാധ്യത ഏറെ വരികയാണ് എന്നുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിലുള്ള PDP എന്ന പാർട്ടി ഇടതുമുന്നണിക്ക് പിന്തുണ നൽകുന്നതായിട്ടുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. ഇത് വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുമുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെല്ലാം പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നോ ആ പ്രതികൂല ഘടകങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരികയാണ്. മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വോട്ടുകൾ LDF-ന് അനുകൂലമായി വരാനുള്ള സാധ്യതയും ഏറെയാണെന്നുള്ള വിശകലനങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ കാണാൻ സാധിക്കും. മാത്രമല്ല, വിശ്വാസികളുടെ വോട്ടുകൾ LDF-നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു രാഹുൽ ഗാന്ധി തരംഗവും 2019-ൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഘടകങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ LDF-ന്റെ വോട്ട് നില താഴെ കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2024-ലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ശബരിമല വിഷയമാണെങ്കിലും ന്യൂനപക്ഷ വിഷയങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തരംഗമാണെങ്കിലും ഇതൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ന്യൂനപക്ഷ വിഷയങ്ങളിലെല്ലാം തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടെടുക്കാൻ സാധിച്ചു എന്നുള്ളതും UDF-ന് കൃത്യമായി നിലപാടെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതും UDF-ന്റെ ഇരട്ടത്താപ്പും UDF-ന്റെ നിലപാടെടുക്കുന്നതിലെ കാലതാമസവുമെല്ലാം തന്നെ LDF-ന് അനുകൂലമായി വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് LDF എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് PDP എന്ന പാർട്ടി LDF-ന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇതാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത്. ഒരർത്ഥത്തിൽ PDP പറഞ്ഞു വെക്കുന്ന ഒരുപാട് ഘടകങ്ങളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ചയാകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് പിന്തുണ നൽകാൻ കൊച്ചിയിൽ ചേർന്ന PDP-യുടെ യോഗത്തിലായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പാർട്ടി നേതൃയോഗ തീരുമാനത്തിന് ചെയർമാൻ അബ്ദുൽ നാസർ മദനി അംഗീകാരം നൽകുകയും ചെയ്തു. മറ്റെന്തിനേക്കാളും രാജ്യത്തിന്റെ ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും നിലനിർത്തുക എന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് അനിവാര്യമാണ് എന്നായിരുന്നു PDP അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, ഫാസിസത്തോട് സന്ധിയാവാത്ത നിലപാട് സ്വീകരിക്കാൻ ഇടത് മതേതര ചേരി ശക്തിപ്പെടേണ്ടതുണ്ടെന്നും PDP യോഗം വിലയിരുത്തിയിരുന്നു. പാർട്ടിയുടെ അസ്തിത്വവും പ്രത്യയശാസ്ത്രങ്ങളും നിലപാടുകളും തിരിച്ചറിയുകയും ജനാധിപത്യ പ്രക്രിയയിൽ അവസരവും അംഗീകാരവും നൽകിയ രാഷ്ട്രീയ സംവിധാനവുമാണ് ഇടതുമുന്നണിയുടെയെന്ന് കൂടി അവർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പോലും PDP പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ ഭരണകൂട നയങ്ങൾക്കെതിരെയും PDP ആഞ്ഞടിക്കുന്നുണ്ട്. എന്നാൽ അതേ സാഹചര്യത്തിൽ PDP ഇടതുമുന്നണിയോട് ചേർന്നുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അബ്ദുൽ നാസർ മദനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നത് KC വേണുഗോപാലാണെന്നും പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിനോടൊരു അനുയോജ്യമായൊരു നിലപാട് PDP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതിരുന്നതെന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ സർക്കാർ, അതായത് LDF സർക്കാർ എന്ത് ചെയ്തു PDP-ക്ക് വേണ്ടി എന്നുള്ള അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി എന്നുള്ള ചോദ്യങ്ങളും ഏറെ പ്രസക്തമാകുന്നുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെയോ അതല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെയോ വലിയൊരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഏറെ ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നതും. എന്നാൽ അതേ സാഹചര്യത്തിൽ മുൻപും PDP-യുടെ നിലപാട് ഇടതുമുന്നണിയോട് ചേർന്ന് തന്നെയായിരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ കൂടി ഇപ്പോൾ ചർച്ചയാകുന്നത്. യഥാർത്ഥത്തിൽ പൊതുസ്വതന്ത്രൻ എന്ന നിലയിൽ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായിരുന്നു മദനി എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. മാത്രമല്ല, UDF-ലെ അസംതൃപ്തർ ഒപ്പം നിന്ന 2004 പൊതുതെരഞ്ഞെടുപ്പിൽ PDP സ്വന്തമാക്കിയ 6.3% വോട്ടുകളും ഇടതുമുന്നണിക്ക് അനുകൂലമായി എന്നുള്ളതാണ്. മറ്റൊരു ചരിത്രം എന്നത് പൊന്നാനിയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്ന കുറ്റിപ്പുറത്തെ വേദി അന്ന് കേരളം ഏറെ ചർച്ച ചെയ്തെന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. മദനി വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചതും അതേ സാഹചര്യത്തിൽ VS അച്യുതാനന്ദൻ ഒരു വശത്ത് നിശബ്ദനായി നോക്കിയിരുന്നതുമെല്ലാം തന്നെ ഏറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ വിഷയങ്ങൾ തന്നെയാണ്. പിണറായിയുടെ പ്രസംഗത്തിൽ മദനി വാഴ്ത്തപ്പെട്ടനാവുകയും കൺവെൻഷൻ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചർച്ചകളുടെ ഗതി മാറുകയും ചെയ്തിരുന്നു. മദനിയെ ആദരിച്ച പിണറായി VS-നെ അവഗണിച്ചു എന്ന നിലയിലായിരുന്നു യഥാർത്ഥത്തിൽ ആ വാർത്തകളെല്ലാം തന്നെ പരന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, കോയമ്പത്തൂർ സ്ഫോടന കേസ് എന്ന മദനിയുടെ ടാഗ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ സംസ്ഥാനത്ത് ഉടനീളം ഉയർത്തി കാണിച്ചു എന്നുള്ളതും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. മദനി നേരിട്ട മനുഷ്യാവകാശ ലംഘനങ്ങളും അനീതികളും ചർച്ചയായതിൽ കൂടുതൽ നെഗറ്റീവ് ചർച്ചകളും ആ സമയത്ത് കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വിഷയമായി എന്നുള്ളതും വലിയ ഒരു ചരിത്രം തന്നെയാണ്. ഇതേ സാഹചര്യത്തിലാണ് മദനിയുടെ രണ്ടാം തിരിച്ചുവരും അതിനുശേഷം ഇടതുമുന്നണിയോടുള്ള ഈ ഐക്യപ്പെടലുകളെല്ലാം തന്നെ വരുന്നത്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ മദനി എന്ന് പറയുന്ന വ്യക്തിയുടെ ടാഗുകളൊന്നും തന്നെയല്ല ചർച്ചയാകുന്നത്. പക്ഷേ മറിച്ച് മദനി എന്തുകൊണ്ട് വീണ്ടും ഇടതുമുന്നണിയോടൊപ്പം ചേർന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അതേ സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ LDF-ന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി മറ്റൊരു തലത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം LDFന് കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2024 എത്തുന്ന സാഹചര്യത്തിൽ LDFനെ സംബന്ധിച്ചിടത്തോളം സർവേ ഫലങ്ങളാണെങ്കിലും ഇപ്പോഴത്തെ വിശകലനങ്ങളാണെങ്കിലും പഠനങ്ങളാണെങ്കിലും എല്ലാം കാണിക്കുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ 8-9 എന്നുള്ള നിലയിലേക്ക് സീറ്റുകളിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള പ്രവചനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശക്തമായി നിൽക്കുന്നത്.